ഇന്നലെ ഗുരുവായൂരപ്പനെ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല പൊന്നു ഉണ്ണി 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുഗാനം പൊഴിക്കുകയാണ് കേട്ടോ. ഭഗവാന്റെ പ്രിയപ്പെട്ട എല്ലാ ഭക്തരിലും കൂടുതൽ പേർക്കും ഭഗവാനെ ഇങ്ങനെ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ട് കാണാനായിട്ടാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അലങ്കാരത്തിൽ ഭഗവാൻ വരുന്നത്. ആ ഓടക്കുഴൽ നാഥാണെങ്കിലോ എത്ര കേട്ടാലും മതിയാകുകയും ചെയ്യില്ല. അപ്പോൾ പിന്നെയും പിന്നെയും തൻ്റെ ഭക്തരെ കേൾപ്പിക്കാനായിട്ട്, എല്ലാവർക്കും നിറയെ സന്തോഷം നൽകാനായിട്ട് പിന്നെയും ഗുരുവായൂരപ്പൻ മുരളീധരനായിട്ടായിരുന്നു കേട്ടോ ഇന്നലെ അലങ്കാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കും ഒന്ന് അതൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. ഒന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞിട്ട് ആ ഒരു രൂപമൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു നോക്കൂ. ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു ഓടക്കുഴൽ നാദം നമുക്ക് എല്ലാവർക്കും കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത്രമേൽ മനോഹരമായിരുന്നു അത്. പിന്നെ ഇന്നലെ തിരുമുടിമാലയും അതുപോലെ ഉണ്ടമാലയും ഒക്കെ ഒരേപോലെ തന്നെയായിരുന്നു. അതായത് 2 തിരുമുടിമാലയുണ്ട്. ഒരെണ്ണം മുഴുവനായിട്ട് വെളുത്ത നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഉണ്ടമാലയും. ആദ്യത്തേത് തെച്ചിയും തുളസിയാണ് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത്. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് നന്ദ്യാർവട്ട പൂക്കളും. അങ്ങനെയായിരുന്നു കേട്ടോ തിരുമുടിയും ഉണ്ടമാലയും ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ട് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നെറ്റിയിലെ ഗോപി തിലകമൊക്കെ ഉണ്ട്, വലിയ കാതുപൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട്, നല്ലൊരു പുഞ്ചിരി കിട്ടും, നല്ല സന്തോഷമുണ്ട്. ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓടക്കുഴൽ ഊതുന്നുണ്ടായിരുന്നത്. പിന്നെ കഴുത്തിൽ 2 മാലയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു വളയം പോലത്തെ മാല, പിന്നെ ഒരു മാല, കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. പൊന്നോടക്കുഴലിൽ നിന്നിട്ട് ആ ചുണ്ടോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഭഗവാൻ വേണുഗാനം പൊഴിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണമൊക്കെ ചുറ്റിയിട്ടുണ്ട്. 2 കുഞ്ഞി കാലുകളും ഇങ്ങനെ പിണച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ പിണച്ച് വെച്ച കാലുകളിൽ കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വേണുനാദമാണ് അവിടെ ആ ഒരു ശ്രീലകത്ത് നിന്ന് കേൾക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് ആ വേണുഗാനമൊക്കെ ഒന്ന് നന്നായി കേട്ടോളൂ. ഭഗവാന്റെ രൂപം മനസ്സിൽ നന്നായി ധ്യാനിച്ചിട്ട് നന്നായി തന്നെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ, ഭഗവാനെ നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.